വിജിലൻസ് മുൻ ഡയറക്ടറും DGPയുമായ ശ്രീ ജേക്കബ് തോമസ് ആണ് വ്യൂ പോയിന്റിൽ ഇന്നിന്റെ അതിഥി. ജേക്കബ് തോമസിന്റെ ആത്മകഥ സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ എന്ന പുസ്തകം വിവാദമാവുകയും അതിനെ തുടർന്ന് ഇപ്പോൾ ചീഫ് സെക്രട്ടറി 14 ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്ത ശേഷമാണ് ജേക്കബ് തോമസ് വ്യൂ പോയിന്റിലെത്തുന്നത്. അദ്ദേഹത്തിന്റെ വിവാദ പുസ്തകം പുറത്തിറങ്ങിയ ശേഷം നടത്തുന്ന ആദ്യത്തെ അഭിമുഖം എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട്. സോ വെരി വാം വെൽക്കം ടു ദ പ്രോഗ്രാം. This is the third time we are meeting here in the studio, right? Thank you. Yes. Glad to have you here. Thank you. ശ്രീ ജേക്കബ് തോമസ്, വലിയ ആഘോഷപൂർവ്വം നടത്താനിരുന്നതാണ് സ്രാവുകൾക്കൊപ്പം നീന്തുപോഴുന്ന താങ്കളുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങ്. താങ്കൾ ക്ഷണിച്ചിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അവസാന നിമിഷത്തിൽ നാടകീയമായ ഒരു പിന്മാറ്റം ഉണ്ടായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. താങ്കൾ പുസ്തക പ്രകാശനം തന്നെ വേണ്ട എന്ന് വെച്ചു. കാരണം പറഞ്ഞത് ഇതൊന്നുമല്ല, ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, കോൺഗ്രസ്സുകാർ ആ ചടങ്ങ് അലങ്കോലപ്പെടുത്തുമെന്ന്. യഥാർത്ഥത്തിൽ അത് മാത്രമാണോ കാരണം? മുൻ സാംസ്കാരിക വകുപ്പിൻ്റെ ഉത്തരവാദിത്തമുള്ള വ്യക്തി പരാതി നൽകിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട്. KC ജോസഫ്. അപ്പോൾ ഇതൊരു സാംസ്കാരിക സാഹിത്യ കൃതിയെപ്പറ്റി സാംസ്കാരികം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി പറഞ്ഞപ്പോൾ അത് മാനിക്കണ്ടേ? ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിന്റെ ലംഘനമാണെന്നാണ് പറഞ്ഞത്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനം അല്ല. സാംസ്കാരികം അറിയാവുന്ന ആൾ നിയമത്തെപ്പറ്റി പറഞ്ഞു തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നിയമത്തെപ്പറ്റി അറിയാവുന്നവർ സാംസ്കാരികവും സാഹിത്യത്തെപ്പറ്റിയുമൊക്കെ പറഞ്ഞ് അപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. നിയമ സെക്രട്ടറിയുടെ ഉപദേശം തേടിയിരുന്നു മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് കിട്ടിയത് ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ട ചട്ടലംഘനമുണ്ടെന്നാണ്. അല്ല, സാഹിത്യ സാംസ്കാരിക കാര്യത്തെപ്പറ്റി പറയേണ്ടവർ പറയട്ടെ, അപ്പോൾ നമ്മളതിനെപ്പറ്റി മറുപടി പറയാം. താങ്കൾ ഇങ്ങനെ ആവർത്തിച്ചത് പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഇത് ഒരു സർവീസ് സ്റ്റോറി അല്ല, ഇത് ഒരു സാഹിത്യ ശാഖയിൽപ്പെടുന്ന ആത്മകഥ എന്ന റോണറിൽപ്പെടുന്ന ഒരു കൃതിയാണെന്നാണല്ലോ ഈ ആവർത്തിച്ച് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയല്ലേ? ആത്മകഥാ സാഹിത്യം എന്ന് ആണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി അതല്ലാതെ ഇപ്പോൾ അടുത്ത കാലത്ത് ഈ സെക്രട്ടേറിയറ്റിനുള്ളിൽ പുതിയ ഒരു ക്ലാസിഫിക്കേഷൻ ജെൻഡർ വന്നിട്ടുണ്ടോ ഇല്ലോ എന്നുള്ള എനിക്കറിവില്ലല്ലോ. അല്ല, അപ്പോഴും എൻ്റെ ആദ്യത്തെ ചോദ്യം നിലനിൽക്കുന്നുണ്ട് ശ്രീ ജേക്കബ് തോമസ്. എന്തുകൊണ്ട് താങ്കൾ ഈ പ്രകാശന ചടങ്ങ് വേണ്ട എന്ന് വെച്ചു? സ്വയം പ്രകാശിക്കാവുന്നതാണ്, പിന്നെ വേറെ ആരെങ്കിലും അതിന് ഈ പ്രകാശം കൊളുത്തേണ്ട കാര്യമുണ്ടോ? മുഖ്യമന്ത്രി അവസാന നിമിഷം പിൻവാങ്ങുന്നു. കാരണങ്ങളുണ്ട് അദ്ദേഹത്തിന്. അത് തന്നെയാണോ താങ്കളുടെയും കാരണം? അദ്ദേഹത്തിൻ്റെ കാരണം തന്നെയാകുന്നതല്ലേ നല്ലത്. അതേ കാരണം ഞാൻ അറിയിക്കുകയും ചെയ്തല്ലോ. അതെ, അതും അറിയിച്ചു. അപ്പോൾ മുഖ്യമന്ത്രി പിൻവാങ്ങാനുണ്ടായ ഒരു കാരണം അദ്ദേഹം പറഞ്ഞു നിയമ സെക്രട്ടറിയുടെ നിയമോപദേശം തേടി. അപ്പോൾ പറഞ്ഞു ഇതിൽ ചട്ടലംഘനമുണ്ട്, ആ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന്. മറ്റൊരു കാരണം കൂടി പറഞ്ഞു കേട്ടു. CPI നേതാവ് C. ദിവാകരനെതിരെ ഈ പുസ്തകത്തിലുള്ള പരാമർശങ്ങളെ തുടർന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞുവെന്ന്. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. കാരണം ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തിയെ അങ്ങനെ മോശമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. എസ്പെഷ്യലി E. ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന കേരളമുണ്ടായ സമയത്ത് ആദ്യത്തെ നിയമസഭയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധിയും അതിനുശേഷം 6 തവണ അങ്ങനെ ജനങ്ങൾ തിരഞ്ഞെടുത്ത് വിടുകയും 3 തവണ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാകുകയും ചെയ്ത E. ചന്ദ്രശേഖരൻ നായരാണ് ഈ പുസ്തകം വായിച്ച് ഈ പുസ്തകം നല്ലതാണ്, ഇത് ബാക്കിയുള്ളവരും വായിക്കണം എന്നും പറഞ്ഞ് കേരളത്തിൻ്റെ ഈ വായനക്കാർക്ക് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ. E. ചന്ദ്രശേഖരൻ നായരുടെ അവതാരിക എന്തുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ ആമുഖമായി വന്നു എന്നതിനുള്ള കാരണങ്ങൾ താങ്കൾ ഇതിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം ഞാൻ ആരെങ്കിലും മോശക്കാരനായി ചിത്രീകരിച്ചില്ലല്ലോ എന്ന് താങ്കൾ പറയുന്നത് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. കാരണം C. ദിവാകരൻ ഭക്ഷ്യമന്ത്രിയായിരുന്നപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ഉണ്ടായിരുന്ന താങ്കളെ സ്ഥലം മാറ്റാൻ വേണ്ടി അദ്ദേഹം ഔത്സുക്യം കാണിച്ചതിന് പിന്നിൽ ചില അഴിമതി താല്പര്യങ്ങളുണ്ട് എന്ന് താങ്കൾ ഈ പുസ്തകത്തിൽ തുറന്നു പറയുന്നുണ്ട്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ അഴിമതി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ മാത്രം പറഞ്ഞതല്ല. അന്ന് C&AGയുടെ റിപ്പോർട്ടിൽ 134 കോടി രൂപയുടെ അഴിമതി ഉണ്ട് എന്ന് 2004 റിപ്പോർട്ടിലുണ്ട്. അതിനുശേഷം ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചിരുന്നു. ആ കമ്മീഷനും അഴിമതി ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ആ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് C. ദിവാകരൻ മിനിസ്റ്ററായിരുന്നു. അദ്ദേഹം അതിനുള്ള തുടർ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം അഴിമതിക്കെതിരെ നടപടി എടുത്തു എന്നുള്ളത് തന്നെ എൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്.
അല്ല, താങ്കളെ സ്ഥലം മാറ്റിയതിന് പിന്നിൽ അദ്ദേഹം അഴിമതിക്ക് വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദം മന്ത്രിസഭയിലെ ഒരു ഉന്നതൻ്റെതാണ് എന്ന് ഈ പുസ്തകത്തിൽ പറയുന്നില്ലേ? അതാരാണ് ആ ഉന്നതൻ? അത് പറയാമെങ്കിൽ ഞാൻ ഈ ബുക്കിൽ പറയുമായിരുന്നല്ലോ. അപ്പോൾ മുഴുവൻ കാര്യങ്ങളും സത്യസന്ധമായി തുറന്നെഴുതിയൊരു പുസ്തകമല്ല ഇത്. അല്ല, അത് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ താങ്കൾക്ക് ഇപ്പോഴും അറിയില്ല അതാരായിരുന്നു എന്ന്? ഞാനത് എല്ലാ കാര്യങ്ങളും ഞാനതിനെ അന്വേഷിച്ച് നടക്കുന്നത്. പൊതുവെ ഒരു ഗവേഷകനാണല്ലോ താങ്കൾ, ശ്രീ ജേക്കബ് തോമസ്. താങ്കളെ നീക്കാൻ വേണ്ടിയിട്ട് ഒരു സമ്മർദ്ദം ചെലുത്തിയെന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കാതിരിക്കുന്ന ഒരാളാണ് താങ്കളെന്ന് എനിക്ക് തോന്നുന്നില്ല. നിയമ സെക്രട്ടറിയുടെ ഉപദേശം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ആ ചടങ്ങിൽ പങ്കെടുക്കരുതെന്ന്. അതിന് കാരണമായി പറഞ്ഞത് ഇതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട്, ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും ഭേദം എന്നതാണ്. അത് ശരിവെച്ചുകൊണ്ടാണ് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഈ പുസ്തകത്തിൽ 14 താങ്കൾ പറഞ്ഞ ആത്മകഥാ സാഹിത്യ ശാഖയിൽപ്പെട്ട താങ്കളുടെ ഒരു സർവീസ് സ്റ്റോറി പോലെ 14 ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. ഒന്ന്, ഞാൻ ഈ കൃതി എഴുതിയത് എൻ്റെ ജീവിതകഥയാണല്ലോ, വളരെ തികച്ചും വ്യക്തിപരവുമാണ്, പേഴ്സണൽ ഇൻ നേച്ചർ. അപ്പോൾ ഈ പേഴ്സണൽ ഇൻ നേച്ചറായിട്ടുള്ള ഈ ജീവിതകഥ ഞാൻ എഴുതണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ, ഇല്ല ഇപ്പോൾ എഴുതണ്ട, 1 വർഷം കഴിഞ്ഞ് എഴുതിയാൽ മതി, അല്ല നാളെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞ ശേഷം നാളെ ഞാൻ ഉണ്ട് എന്ന് ഇവിടെ ആരെങ്കിലും എനിക്ക് ഗ്യാരണ്ടി തരുമോ? അതൊരു കാര്യം. ഓരോ ദിവസവും നമ്മൾ ഡയറി പോലെ എഴുതുന്ന ഒരു കാര്യങ്ങളാണല്ലോ നമ്മുടെ ഈ കുറിപ്പുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ ജീവിതകഥ അങ്ങനെ രൂപപ്പെട്ട് വരുന്നത്. ഓരോ ദിവസവും ഡയറി എഴുതുന്നത് അതിൻ്റെ അത്ര ചട്ടലംഘനം ഉണ്ടോ? അതൊരു തികച്ചും സ്വകാര്യമായൊരു കാര്യമാണ്. ഹൈലി പേഴ്സണൽ ഇൻ നേച്ചർ. അതിന് അനുമതി ആവശ്യമില്ല. ഒരു ഡയറി എഴുതുന്നതിന് അനുമതി ആരുടെയെങ്കിലും ആവശ്യമുണ്ടോ? ഡയറി എഴുതുന്നതിന് ആവശ്യമില്ല. അത് പബ്ലിഷ് ചെയ്യേണ്ടി വരുമ്പോൾ ഒരു സർക്കാർ സർവീസിലിരിക്കുന്ന ഒരാൾക്ക് അനുമതി ആവശ്യമില്ലേ? തികച്ചും പേഴ്സണൽ ഇൻ നേച്ചർ, തികച്ചും സ്വകാര്യമായത്. 2, സാംസ്കാരിക സാഹിത്യ സർഗാത്മക കൃതി എന്നർത്ഥത്തിൽ, ക്രിയേറ്റീവ് ഇൻ നേച്ചർ. ക്രിയേറ്റീവ്. ഇത് എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ ഇതിങ്ങനെ രൂപപ്പെട്ട് വരുമോ? ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നിയമപരമായി നിലനിൽക്കില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, ഇതിനകത്തൊരു നിയമപ്രശ്നം എന്ന് പറയുന്നത് സാംസ്കാരിക സാഹിത്യ ഹൈലി പേഴ്സണലൈസ്ഡുള്ള ഒരു കൃതിയിൽ നിയമം എന്തെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല. താങ്കളുടെ കാഴ്ചപ്പാടിൽ അതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടില്ല? ഇല്ല, നമ്മുടെ മൗലികാവകാശമായ ഒന്നാണ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ്, ഇല്ലേ, ജീവിക്കാനുള്ള അവകാശം. അപ്പോൾ എൻ്റെ ജീവിക്കാനുള്ള അവകാശം പോലെ തന്നെയാണ് എൻ്റെ ആ ജീവിതത്തെപ്പറ്റി എനിക്ക് എഴുതാനുമുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല എന്ന് ആരെങ്കിലും സ്ഥാപിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് അപ്പോൾ കാണാം. വളരെ ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാഴ്ചപ്പാടാണ് ശ്രീ ജേക്കബ് തോമസിനുള്ളത്. താങ്കളുടെ സർവീസിൽ ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ചും പല സന്ദർഭങ്ങളിലും താങ്കൾ അത് പ്രകടമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അവതാരിക താങ്കൾ എഴുതിച്ചിരിക്കുന്നത് ഈ ചന്ദ്രശേഖരൻ നായരെ കൊണ്ടാണ്. ഇതിൻ്റെ പ്രകാശന ചടങ്ങ് നിർവഹിക്കാൻ താങ്കൾ ഉദ്ദേശിച്ചിരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ കൊണ്ടാണ്. ഇതെല്ലാം താങ്കൾക്ക് സ്വാഭാവികമായി തോന്നും. പക്ഷേ ഇത് വിലയിരുത്തുന്ന ചിലർക്ക് അതൊക്കെ ചില നീക്കങ്ങളായിട്ടാണ് തോന്നുന്നത്, ചില താല്പര്യത്തോടു കൂടിയുള്ള നീക്കങ്ങളായിട്ട്. ഈ ചന്ദ്രശേഖരൻ നായർ എനിക്ക് നേരത്തെ അറിയാവുന്ന, അദ്ദേഹത്തെ ഞാൻ തിരഞ്ഞെടുത്തതിൻ്റെ കാരണങ്ങൾ ഞാൻ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, ഇത് ഒരു ഫസ്റ്റ് സ്വിച്ച് ഓൺ എന്നൊക്കെ പറയുന്നത് പോലെ അത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിന് എൻ്റെ മന്ത്രിയായിരുന്ന ആളെ പറയുക എന്നുള്ളത് അത് എൻ്റെ ഒരു മര്യാദ എന്നുള്ളതാണ്. CPI മന്ത്രിയായ ഒരാൾക്ക് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. CPIയുടെ തന്നെ മുതിർന്ന നേതാവിൻ്റെ അവതാരികയുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏറ്റവും സംശുദ്ധനായ രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നതാണ് എന്ന് താങ്കൾ പറയുന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി താങ്കൾ ആലോചിക്കുകയും ചെയ്തു. ഇതൊക്കെ നീക്കങ്ങളാണോ എന്ന് സംശയമുണ്ടാക്കിയത്? അല്ല, ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇദ്ദേഹം കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് കൊള്ളാമെന്ന് പറയാനുള്ള ഒരു അവകാശം ഒരു പൗരനില്ലേ? See, I am not questioning the right. I am asking about the intention. എൻ്റെ ജീവിതകഥ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നാളെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കും ഉറപ്പ് തരാൻ പറ്റത്തില്ല. അപ്പോൾ അതിനു മുമ്പ് എനിക്കിത് എഴുതി തീർക്കണം. അപ്പോൾ ഇനി അത് പബ്ലിഷ് ചെയ്യാൻ ഞാൻ എഴുതി വെറുതെ കടലാസിൽ എഴുതി വെച്ചാൽ പോരല്ലോ. അപ്പോൾ അത് പ്രിൻറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കുക, പിന്നെ എഡിറ്റേഴ്സ് ഒക്കെ നോക്കുക എന്നുള്ളതിന് അവിടെ കറണ്ട് ബുക്സ് മുന്നോട്ട് വന്നു.
അപ്പോൾ അത് അവർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ചെയ്തോളാൻ പറഞ്ഞു. ചില വിശദീകരണങ്ങൾ ആഗ്രഹിക്കുന്നു ശ്രീ ജേക്കബ് തോമസ്. ബാർ കോഴ വിവാദത്തിൽ അന്ന് മന്ത്രിയായിരുന്ന കെ ബാബുവിനെതിരെ ഏതാണ്ട് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ആ അന്വേഷണം അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഏത് നിലയ്ക്കാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇടപെട്ടത്? ഇറ്റ്സ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇല്ല, ആ സമയത്ത് ഇതിൻ്റെ അന്വേഷണവുമായിട്ട് നേരിട്ട് എനിക്ക് ബന്ധമില്ലല്ലോ. താങ്കൾക്ക് അതിൻ്റെ നോഹവും ഉണ്ടല്ലോ. പക്ഷേ നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത് ഉചിതമല്ലല്ലോ. പക്ഷേ താങ്കൾ ഇതിനകത്ത് അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അല്ല, അത് നേരിട്ട് ബന്ധമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചില അറിവുകളുണ്ട്. ആ അറിവുകളുടെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത്. ആ അറിവുകളുടെ വിശദാംശങ്ങളാണ് ഞാൻ ചോദിച്ചത്. വിശദാംശങ്ങൾ ഇനിയും രണ്ടാം ഭാഗം വരുന്നുണ്ടല്ലോ. എല്ലാം വിശദമായി അതിലുണ്ട്. കാരണം ഈ ബുക്ക് ഞാൻ എഴുതിയത് ഈ അടുത്ത കാലത്ത് വായന വളരെ കുറഞ്ഞു എന്നുള്ളൊരു കാര്യമുണ്ട്. പണ്ട് മുട്ടത്ത് വർക്കിയൊക്കെ കുടിയേറ്റക്കാരുടെ കാര്യം പറയുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികൾ വളരെ സരളമായിരുന്നു. അത് വായനയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിനുശേഷം വായനാശീലം അതൊന്ന് മാത്രമല്ല, പലരുടെയും MDയുടെയോ തകഴിയുടെ കൃഷികളെ പറ്റിയൊക്കെ കൂടുതൽ പറയുന്ന കുട്ടനാട് അത് കൃഷികളെ പറ്റി പറയുന്നത്. അങ്ങനെ ഓരോന്നിനും ചില പ്രത്യേകതകളുണ്ട്. അപ്പോൾ ഇതും എനിക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഈ ചോദ്യത്തിന് ഉത്തരവൊക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞ ഒരു 700 പേജിൻ്റെ എഴുതാമായിരുന്നു. പക്ഷേ 700 പേരിന് അത്രയും കട്ടിയുള്ളൊരു പുസ്തകം ഉണ്ടെങ്കിൽ ആരും വായിക്കത്തില്ല, അത് മാറ്റിവെക്കും. ഇത് വായിക്കണം എന്നുള്ളതായിരുന്നു ഞാനിത് എഴുതിയപ്പോഴത്തെ പ്രധാന ഉദ്ദേശം. അപ്പം വളരെ ഒരു 200-250 പേജ്, അതിൻ്റെ അപ്പുറം ഒരിക്കലും പോകാൻ പാടില്ല. ഞാനൊരു 170 പേജ് എന്നുള്ള ഉദ്ദേശിച്ചിരുന്നു. അത്രയും ഹ്രസ്വമായിട്ടായിരിക്കണം, എന്നാലേ ഒരു 3 hours കൊണ്ട് റീഡബിലിറ്റി. ഒരു ട്രെയിൻ ജേർണിയിൽ അല്ലെങ്കിൽ ഒരു ഓഫീസും കഴിഞ്ഞോ അല്ലെങ്കിൽ പണിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നിരിക്കുമ്പോഴത്തേനും അവർ ഒറ്റ സിറ്റിങ്ങിൽ ഇത് തീർക്കണം. അപ്പോൾ അത് എഴുതിയപ്പോൾ അതാണ് എൻ്റെ ഉദ്ദേശം, വായന നടക്കണം. ഇല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് കാര്യമില്ലല്ലോ. പക്ഷേ ഈ അരമണിക്കൂർ ഇൻ്റർവ്യൂവിൽ എൻ്റെ ഉദ്ദേശം ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാനല്ല, അതിന് പുറത്ത് താങ്കൾ എഴുതാതെ മാറ്റിവെച്ച കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ടാണ് ബാർ കോഴ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇടപെടൽ ഏത് നിലയ്ക്കായിരുന്നു എൻ്റെ ചോദ്യം ഞാൻ ആവർത്തിക്കുന്നത്. അതെ, ഇതിൽ എഴുതാതെ അല്ലെങ്കിൽ എഴുതാൻ ആ ഒരു സ്പേസ് കൺസ്ട്രെയിൻ്റ് കൊണ്ടും പിന്നെ എൻ്റെ ഉദ്ദേശം വായന ശീലം വളർത്തുക എന്നുള്ളതായതുകൊണ്ടും അടുത്ത രണ്ടാം ഭാഗത്തിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടെ വേറെ ആസ്പെക്റ്റുകളുണ്ടാവും. പക്ഷേ വരട്ടെ, അത് വരുന്നതിന് മുമ്പേ ഞാൻ അതിൻ്റെ എല്ലാ വിശദാംശം പറഞ്ഞാൽ പിന്നെ എഴുതുന്ന സ്കോപ്പില്ലല്ലോ. അല്ല, ഈ ഒരൊറ്റ ചോദ്യത്തിന് ഒരു വിശദാംശം നൽകാമല്ലോ. ഇല്ലില്ല, അങ്ങനത്തെ പല ചോദ്യങ്ങൾക്ക് ഉത്തരം രണ്ടാം ഭാഗത്തിലുണ്ടാവും തീർച്ചയായിട്ടും. ഏതെങ്കിലും ഒരു സിനിമയിൽ തന്നെ ആ സിനിമയുടെ ഉള്ളിൽ ഇന്നൊക്കെയാണെന്നൊക്കെ മുമ്പേ പറയുമോ? എല്ലാ സാഹിത്യ സൃഷ്ടികൾക്കും കലാപരമായ സൃഷ്ടികൾക്കും അതിന് നേരത്തെ അത് പറയില്ല. ഈ സ്രാവുകൾക്കൊപ്പം നീന്തി തളർന്നത് കൊണ്ടാണോ ശ്രീ ജേക്കബ് തോമസ് അവധിയിൽ പ്രവേശിച്ചത്? ഇല്ല, ഞാൻ നീന്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പോഴും താങ്കൾ നീന്താൻ തയ്യാറാണ്? നീന്താനുള്ള വെള്ളമുണ്ട്. എന്നെ നല്ല സ്പീഡിൽ കരുത്തോടെ നീന്തിക്കാനുള്ള സ്രാവുകളും ഉണ്ടാവും. പിന്നെ നീന്താനുള്ള കരുത്ത് ഒട്ടും കുറഞ്ഞിട്ടുമില്ല. പിന്നെ എന്തിനാണ് താങ്കൾ അവധിയെടുത്ത് കരയിലിരിക്കുന്നത്? അത് ഈ പുസ്തകം എഴുതാൻ വേണ്ടി എനിക്ക് സമയം ആവശ്യമില്ലേ? ഈ 2 മാസത്തെ അവധിക്കിടയിലാണോ താങ്കൾ ഈ പുസ്തകരചന പൂർണ്ണമാക്കിയത്? പൂർത്തിയാക്കിയത് അപ്പോഴാണ് തീർച്ചയായിട്ടും. അത് അതിൻ്റെ അവസാന ഭാഗമല്ല? അതെ, അവസാന ഭാഗത്താണല്ലോ ഏറ്റവും അധികം നമ്മൾ റിവിഷൻ, റൈറ്റിങ്, കറക്ഷൻ, അങ്ങനത്തെ കുറേ പണികളുണ്ട്. മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് താങ്കൾ അവധിയിൽ പോയതെന്ന് കേൾക്കുന്നുണ്ട്, ശരിയല്ല അത്? അല്ല, അദ്ദേഹം എൻ്റെ മന്ത്രിയാണല്ലോ. അദ്ദേഹത്തോട് ആലോചിക്കാതെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ആലോചിക്കുകയല്ല, ആവശ്യപ്പെട്ടോ? അദ്ദേഹം ഇങ്ങോട്ട് ആവശ്യപ്പെട്ടോ? ഇപ്പം ഞാൻ അവധിയിലാണ് എന്നുള്ളതല്ലേ പ്രസക്തമായ കാര്യം. ഞാൻ ഈ പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. താങ്കൾക്ക് നിഷേധിക്കാമല്ലോ അദ്ദേഹം ആവശ്യപ്പെട്ടില്ല. എന്തോ? താങ്കൾക്ക് നിഷേധിക്കാമല്ലോ അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടില്ല, താങ്കൾ സ്വന്തം ഇഷ്ടപ്രകാരം. ഞാൻ അതിനെപ്പറ്റി ഇതിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ശരി, ഇതൊരു ആത്മകഥയാണ് എന്ന് വാദിക്കാൻ അല്ലെങ്കിൽ വാദിച്ച് ജയിക്കാൻ താങ്കളെ പ്രാപ്തനാക്കുന്ന ന്യായങ്ങളാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ ആത്മകഥയുടെ പേരിൽ ഒരു സർവീസ് സ്റ്റോറി ഒളിച്ചു കടത്തുകയല്ലേ ശ്രീ ജേക്കബ് തോമസ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൻ്റെ ഏകദേശം 30 വർഷത്തോളം, അതായത് 1987 കുറ്റ്യാടിയിൽ SHO ആയിട്ടാണ് എൻ്റെ ഒരു ഫീൽഡിലെ ജോലി തുടങ്ങുന്നത്. 87. ഇപ്പോൾ 2017 വിജിലൻസിൽ ഡയറക്ടറായിട്ടാണ് എൻ്റെ ലാസ്റ്റ് ഔദ്യോഗിക ജീവിതം. സർവീസ് സ്റ്റോറി എന്ന് വേണമെങ്കിൽ അങ്ങനെയും പറയാം, സർവീസ് സ്റ്റോറിയുടെ ഒരു നിപ്പ്. അപ്പോൾ ഈ ഒരു 30 വർഷത്തെ എൻ്റെ ജീവിതവും എൻ്റെ ജീവിതകഥയിൽ ഞാനത് ബ്ലാങ്ക് ആയിട്ടിടണോ?
അങ്ങനെ ബ്ലാങ്കായിട്ട് ആ 30 വർഷത്തെ എൻ്റെ ജീവിതം ബ്ലാങ്കായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ജീവിതകഥയാകുമോ? അങ്ങനെയാണെങ്കിൽ ഇത് എഴുതുമ്പോൾ എന്തുകൊണ്ട് അനുമതി ചോദിച്ചില്ല? ഒരു ലിറ്റററി ആയിട്ടുള്ള ഒരു കാര്യം നമ്മളുടെ മനസ്സിൽ വരുന്നത് ചിലപ്പോൾ രാത്രി 2 മണിക്കായിരിക്കാം. അപ്പോൾ എണീറ്റിട്ട് നമ്മൾ എഴുതും. ചിലപ്പോൾ വെളുപ്പിന് 4 മണിക്കായിരിക്കാം. അപ്പോൾ എണീറ്റ് എഴുതും. അപ്പോൾ ഉടനെ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്പേർട്ട് നമുക്ക് വരുന്ന മോമെൻറ്റുകളിൽ അപ്പോൾ തന്നെ ഇന്നൊരു ചട്ടമുണ്ടല്ലോ, ഉടനെ എഴുതുന്ന പ്രിയ ചീഫ് സെക്രട്ടറി, ഇതാ എനിക്കൊരു ക്രിയേറ്റിവിറ്റി വരുന്നു, എനിക്ക് അനുമതി തരണം ഇത് എഴുതാൻ വേണ്ടി എന്ന് ചോദിക്കണമെന്നാണോ ചോദിക്കുന്നത്? എന്നല്ല ചോദിക്കുന്നത്. അതെല്ലാം എഴുതി വെച്ച് അതെല്ലാം ഒരു പുസ്തകത്താളായി അച്ചടിച്ച് പുറത്തിറക്കുന്നതിന് മുൻപിൽ ഇങ്ങനെ ഒരു കൃതി എൻ്റെത് പുറത്തു വരാനുള്ള അനുമതി ഈ സർവീസിനകത്ത് നിൽക്കുമ്പോൾ തരേണ്ടതുണ്ട് എന്ന് അപേക്ഷിക്കണ്ടേ? നിയമപരമായി ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്ത് കിട്ടി മറുപടി? അത് മറുപടി എന്ന് പറയുന്നത് പുസ്തകമായിട്ട് വന്നിട്ടുണ്ടല്ലോ. അനുമതി കിട്ടിയ ശേഷമാണ്. അല്ല, ഇത് എൻ്റെ പേഴ്സണൽ കാര്യം പറയുന്നതിന് വേണ്ടി അനുമതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടില്ല. ഗോപികൃഷ്ണൻ എവിടുന്നാണ് കേട്ടെ? ഞാൻ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ. 2016 നവംബറിൽ ഈ കാര്യം കൺസേൺഡ് അതോറിറ്റി അറിയിച്ചിരുന്നു. അപ്പോൾ എൻ്റെ പണി അതോടെ കഴിഞ്ഞു. മറുപടി കിട്ടിയോ താങ്കൾക്ക് എന്തെങ്കിലും? എനിക്ക് മറുപടി ആവശ്യമില്ലല്ലോ. അറിയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറുപടി എന്നതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ പണി അറിയിക്കുക എന്നുള്ളതാണ്. അറിയിക്കേണ്ടവരെ ഞാൻ അറിയിച്ചു, അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചു. ആ അറിയിച്ചവർ, ഉത്തരവാദപ്പെട്ടവർ ഇതെഴുതാൻ എനിക്ക് അവസരം തന്നു. പിന്നെന്താ വേണ്ടത്? അതിൽ കൂടുതലൊക്കെ ഞാനെന്താ പ്രതീക്ഷിക്കേണ്ടത്? ആരെയാണ് സാർ അറിയിച്ചത്? അറിയിക്കേണ്ടവരെ. ആരാണവർ? കേരളത്തിൽ ഉത്തരവാദപ്പെട്ടവരുണ്ടല്ലോ, ഞാൻ അറിയിക്കേണ്ടവർ, അവരെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ താങ്കൾ അറിയിച്ചു? അല്ല, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രി ഉൾപ്പെടെ അറിയിക്കേണ്ടവരെല്ലാം. അബ്ദുൾ നാസർ മദനിയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന പരാമർശങ്ങൾ, അതിലൊരു വ്യക്തത വരുത്തി തരാം. എൻ്റെ അനുഭവം മാത്രമേ ഞാൻ എൻ്റെ എഴുതിയിട്ടുള്ളൂ. അന്നത്തെ ഒരു പീരീഡിൽ 1998 ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് ഏപ്രിൽ 1-ാം തീയതി കേരളത്തിൽ ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാച്ച് വരികയാണ്. കേരളത്തിൽ ആദ്യമായിട്ട്. അത് കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ആദ്യത്തെ ഒരു മാച്ചുമാണ്. അപ്പോൾ ആ മാച്ച് നടത്തുന്നതിലുള്ള ഒരു ഉത്സാഹത്തിലായിരുന്നു, ഒരു പ്രശ്നവുമില്ലാതെ നടത്തുക എന്നുള്ള ഉത്സാഹത്തിനിടെയാണ് ഈ മദനിയുടെ ഒരു അറസ്റ്റ് എന്ന് പറയുന്ന സംഭവം വരുന്നത്. അപ്പോൾ മദനിയുടെ അറസ്റ്റിനൊരു ഇമ്പോർട്ടൻസ് വന്നത് പിറ്റേ ദിവസം ഈ ഇന്ത്യ ഓസ്ട്രേലിയ ക്രിക്കറ്റ് മാച്ച് അവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അതിന് എൻ്റെ മനസ്സിൽ അതിനൊരു വലിയ ഇമ്പോർട്ടൻസ് വരില്ല. അപ്പോൾ അത് വിലയിരുത്തിയപ്പോൾ അന്ന് അറസ്റ്റ് ചെയ്താൽ പിറ്റേ ദിവസം ഈ കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാച്ച് അലങ്കോലപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് അത് എൻ്റെ പ്രൊഫഷണൽ വിലയിരുത്തലാണ്. അന്ന് വേറെ പലരും അതിനോട് യോജിക്കണമെന്നില്ല, പക്ഷേ എൻ്റെ വിലയിരുത്തൽ അങ്ങനെയായിരുന്നു, പ്രൊഫഷണൽ വിലയിരുത്തൽ. കേരളത്തിൻ്റെ ആവശ്യം ക്രിക്കറ്റ് മാച്ച് നടക്കുക എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിനൊരു വിസിബിലിറ്റി വരുമല്ലോ, കൊച്ചിക്ക് വിസിബിലിറ്റി വരും, അത് കേരളത്തിന് നല്ലതാണ്. അപ്പോൾ ആ ക്രിക്കറ്റ് മാച്ച് നടക്കണം, അതിനൊരു കുഴപ്പമുണ്ടാവരുത്. കേരളത്തിൻ്റെ ആവശ്യം ക്രിക്കറ്റ് മാച്ചാണ് എന്ന് ഞാൻ വിലയിരുത്തി. അപ്പോൾ അറസ്റ്റ് ഒരു ദിവസം വൈകിപ്പിക്കണമെന്ന് ഞാൻ പ്രൊഫഷണൽ തീരുമാനം, അത് എൻ്റെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ തീരുമാനം അന്ന് നടപ്പാക്കുന്നതിന് വേറെ തീരുമാനങ്ങൾ, അപ്പോൾ എൻ്റെ മുകളിൽ ഞാനൊന്നൊരു ചെറിയ ആളാണല്ലോ, അപ്പം വേറെ തീരുമാനങ്ങൾ വന്നു. പക്ഷേ ആ തീരുമാനം, ഈ അറസ്റ്റ് കുറേ വൈകിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞാൻ ചെയ്തിരുന്നു. കാരണം അത് കേരളത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത കാര്യമാണ്. കേരളത്തിൽ ക്രിക്കറ്റ് മാച്ച് നടക്കണമെന്നുള്ളതിന് വേണ്ടിയിട്ട് എടുത്ത തീരുമാനമാണത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 കേഡർ പോസ്റ്റുകളിൽ ഒന്നാണ് ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി. TP സെൻകുമാർ ഒരു നിയമ ഉത്തരവിൻ്റെ വിധിയുടെ പിൻബലത്തിൽ അദ്ദേഹം വീണ്ടും DGP ആയി. അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാകാൻ പോവുകയാണ്. അടുത്ത DGP ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ജേക്കബ് തോമസ് ആയിരിക്കും എന്ന് കേൾക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ താങ്കളെ അവധിയിൽ നിർത്തിയിരിക്കുന്നത് എന്നാണ് സംസാരം. ശരിയല്ലേ? ഏതെങ്കിലും ഒരു പോസ്റ്റ് ആഗ്രഹിച്ച് ഇരുന്ന ഒരു കഥയല്ല എൻ്റെ ജീവിതകഥ എന്ന് തന്നെയല്ല. ഈ DGP പോസ്റ്റ് അല്ലെ സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കേണ്ട ഒരു പോസ്റ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 97 ഒരു സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. അതിനുശേഷം ഇപ്പോൾ
ഒരു കമ്മിറ്റി സുപ്രീം കോടതിയുടെ 92 വെസ്റ്റ് ബംഗാൾ ചക്രവർത്തി വേഴ്സസ് വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റ് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടൊരു DGPയുടെ നിയമനത്തെ പറ്റി ഒരു സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. അപ്പോൾ അങ്ങനെ പല സുപ്രീം കോടതിയുടെ വിധികൾ ഒരു സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിനൊരു പ്രക്രിയയുമുണ്ട്, അതിനൊരു കമ്മിറ്റിയോ അങ്ങനെ എന്തോ ഒരു പ്രക്രിയയുണ്ട്. കാരണം ബാക്കിയുള്ള DGPമാരെക്കാളും കുറച്ചുകൂടെ ശമ്പളം കൂടുതലുണ്ട്, പദവി കൂടുതലുണ്ട്. അപ്പോൾ അതൊരു പ്രൊമോഷൻ പോലെയും വേണേൽ കണക്കാക്കാം. ശമ്പളം കൂടുതലുണ്ട്, ₹1 ശമ്പളം കൂടുതലുണ്ടെങ്കിലും അതൊരു വേറൊരു പ്രൊമോഷനാണല്ലോ. ശമ്പളം കൂടുതലുള്ളപ്പോൾ അത് പ്രൊമോഷൻ പോസ്റ്റ് പോലെ കണക്കാക്കാമെന്നാണ് എൻ്റെ ഒരു അറിവ്. സുപ്രീം കോടതി വിധികൾ പലതും വായിച്ച ശേഷമുള്ള എൻ്റെ ഒരു അറിവാണ്. അപ്പം ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് വളരെ സുതാര്യമായിട്ടും ഫെയറായിട്ടും ജസ്റ്റായിട്ടും കേരളത്തിൽ നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടക്കട്ടെ. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രാഥമികമായ മാനദണ്ഡം അനുസരിച്ച് ഏറ്റവും സൂപ്പർ സീനിയറായി നിൽക്കുന്ന താങ്കൾക്കാണ് അടുത്ത ലോട്ട് വരേണ്ടത്. അല്ല, അത് ആ കമ്മിറ്റി തീരുമാനിക്കേണ്ടതാണല്ലോ. അതിനെപ്പറ്റി ഞാൻ അഭിപ്രായം പറയേണ്ടതല്ല. അല്ല, അത് ശരിയാണ്, അതിനൊരു മാനദണ്ഡം ഉണ്ടല്ലോ സാർ. അല്ല, കമ്മിറ്റിയുടെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സർവീസ് സീനിയോറിറ്റി അതിൽ പ്രധാനമല്ലേ? അല്ല, കേരളത്തിലെ ഒരു സർവീസ് ചട്ടങ്ങൾ അനുസരിച്ചാണ് സീനിയോറിറ്റി കം മെറിറ്റ് എന്ന് പറയും ഈ പ്രൊമോഷനുകൾക്ക് കണക്കാക്കുന്ന ഒരു മാനദണ്ഡം. സീനിയോറിറ്റി കം മെറിറ്റാണ്, രണ്ടുമുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും പലപ്പോഴും സീനിയോറിറ്റിക്കാണ് കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുക. കാരണം ഒരു നിശ്ചിത കാലയളവിൽ സർവീസിൽ സേവനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കക്ഷിക്ക് മെറിറ്റ് ഉണ്ട് എന്നുള്ള പ്രിസംഷൻ നമ്മൾ എടുക്കാറുണ്ട്, ഇല്ലേ? നോർമലി ഒരു 10 വർഷം ഒരു ജോലി സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര മെറിറ്റ് ഉണ്ട് എന്ന് കണക്കാക്കും. അപ്പോൾ അടുത്ത 11ാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് മെറിറ്റ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ സീനിയോറിറ്റി എന്നുള്ളതാണ് പലപ്പോഴും കൊടുക്കുക. അപ്പോൾ അതൊക്കെ ആ കമ്മിറ്റി തീരുമാനിക്കട്ടെ. ഇതിൻ്റെ എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്നുള്ളത്. അതെ, സീനിയോറിറ്റി കം മെറിറ്റ് എന്ന് താങ്കൾ പറഞ്ഞു. അതിൽ മെറിറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ താങ്കൾക്ക് ഈ പദവിയിലേക്ക് എത്തുന്നതിന് തടസ്സമായി ഇപ്പോൾ ഈ പുസ്തകം കൊണ്ട് ഉണ്ടായിട്ടുള്ള ചട്ടലംഘനം എന്ന ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് നിൽക്കുമോ? അങ്ങനെ റിപ്പോർട്ട് എനിക്കറിഞ്ഞുകൂടല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുമോ? എന്തോ അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കുമോ? അതൊക്കെ നമ്മുടെ ഈ കേരളത്തിലെ ആൾക്കാർക്കല്ലേ ക്രമസമാധാനം ആവശ്യം, അല്ലേ? കേരളത്തിലെ ആൾക്കാർക്കല്ലേ സ്ത്രീ സുരക്ഷ ആവശ്യം? കേരളത്തിലെ ആൾക്കാർക്കല്ലേ ഇവിടെ ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു പോലീസിങ് ആവശ്യം? അവർ തീരുമാനിക്കട്ടെ. ഈ അഭിമുഖം അവസാനിപ്പിക്കുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ വളരെ പേഴ്സണലായിട്ട് താങ്കൾ എഴുതിയൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാമായി ഇനി വളരെ പേഴ്സണലായിട്ടുള്ളൊരു ചോദ്യം. ഈ വേഷത്തിൽ വലിയ മാറ്റമുണ്ടല്ലോ. കഴിഞ്ഞ 2 തവണയും അഭിമുഖത്തിന് വന്നപ്പോൾ താങ്കൾ ഒരു ഓഫീസർ വേഷത്തിലാണ് വന്നത്. ഇപ്പോൾ താങ്കൾ ഒരു രാഷ്ട്രീയക്കാരനെന്ന് ഞാൻ പറയുന്നില്ല, ഏതായാലും ഒരു പൊതുപ്രവർത്തകൻ്റെ സ്വഭാവമുള്ള ഒരു വേഷം ഇതിൽ കാണുന്നുണ്ട്. ഇത് ബോധപൂർവം തിരഞ്ഞെടുത്തതാണോ? ഞാൻ ഒന്നാമതായിട്ട് ഒരു കേരളീയനാണ്. രണ്ടാമത് ഞാനിപ്പോൾ അവധിയിലാണല്ലോ. സ്രാവുകൾക്കൊപ്പം ശരിയായ ദിശയിൽ ശരിയായ കരുത്തിൽ നീന്താനാകട്ടെ ഇനിയും. താങ്ക് യു വെരി മച്ച് ശ്രീ ജേക്കബ് തോമസ് ഫോർ ദിസ് ഇൻ്റർവ്യൂ.